ഹായ് ഗൈസ്, ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് നമുക്കൊരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ സമയം രാത്രി 11 മണി ആയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നി ഇപ്പം അങ്ങ് ഉണ്ടാക്കാമെന്ന് തോന്നി. എന്താ അറിയാമോ, ഒരു കേക്ക് ഞാൻ റീൽസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് കണ്ടൊരു കേക്കാണ്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പരിപാടിയും കൂടെ എക്സ്ട്രാ ചേർത്തിട്ട് ഞാൻ വെച്ചു അങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കേക്ക് ട്രേ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന് വേണ്ടി മേടിച്ചതല്ല, വേറെ കാര്യത്തിന് മേടിച്ചതാണ്. അപ്പം കേക്ക് ട്രേയും ഉണ്ട്. ഞാൻ നേരത്തെയൊക്കെ 2-3 വട്ടം കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് നാട്ടിൽ വെച്ചിട്ട്, നമ്മൾ കൊറോണ ടൈമിൽ. അതൊക്കെ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ രീതിയിലൊരു കേക്ക് അങ്ങനെ കഴിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അപ്പം ഞാൻ വെച്ചാൽ എന്താ ടേസ്റ്റ് എന്നൊക്കെ, അപ്പോൾ അവർ ഭയങ്കര സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഉണ്ടാക്കി നോക്കാം. അപ്പം ഇന്ന് എന്തായാലും കഴിക്കത്തില്ല, നാളെ ഏട്ടൻ വന്നിട്ട് നമുക്ക് ഏട്ടനെ കൊടുക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം മിക്സിയുടെ വലിയ ജാറിലേക്ക് നമ്മൾ ഒരു പകുതി ഗ്ലാസ് ഓട്സ് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. നിങ്ങൾ ഏത് ഗ്ലാസ്സാണോ എടുക്കുന്നത് അതെല്ലാം ഒരേ ഗ്ലാസ്സിൽ മെഷർ ചെയ്യണം. പിന്നെ അതേ ഗ്ലാസ്സിൽ തന്നെ പകുതി ഗ്ലാസ് ഗോതമ്പ് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു 1/4 ഗ്ലാസ് കൊക്കോ പൗഡർ കൂടെ ആഡ് ചെയ്തു. പിന്നെ അതിനകത്തിലേക്ക് ഒരു 10-12 ബദാമും പിന്നെ പിസ്ത. ഇപ്പോൾ പിസ്ത ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് അണ്ടിപ്പരിപ്പ് എന്തെങ്കിലും ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഇത്രയും കാണിച്ചത്രത്തോളം ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തു. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ആഡ് ചെയ്തു കേട്ടോ. ഞാൻ അതിൻ്റെ മൂടിക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇപ്പോൾ ഇത്രയും ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടും കൂടി പൊടിച്ചെടുക്കുക കേട്ടോ. അത് പൊടിച്ചത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ബട്ടർ ഉരുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ ആണോ ഉള്ളതെങ്കിൽ അത് ചെയ്യാം. ഞാൻ അടിയിൽ ഇച്ചിരി വെള്ളം വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക കേട്ടോ ചെയ്തത്. ഉപ്പ് ഇല്ലാത്ത ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അഥവാ സോൾട്ടഡ് ബട്ടർ ആണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച ആ ഒരു പൊടിയിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതിൽ ബട്ടറിനകത്ത് സോൾട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത്. പിന്നെ മധുരത്തിന് നമ്മൾ കേക്കിൽ ശർക്കരയാട്ടോ ആഡ് ചെയ്ത്. ഇപ്പം ഞാൻ കാണിച്ച അച്ചുണ്ടല്ലോ, 2 അച്ച്, അങ്ങനത്തെ 2 അച്ച് ശർക്കര ഞാൻ നന്നായിട്ട് പൊടിച്ചിട്ട് അത് മിക്സിയിലിട്ടൊന്ന്, വെള്ളമൊന്നും ഇല്ല കേട്ടോ, ചുമ്മാ അതൊന്ന് കറക്കിയെടുത്ത കേട്ടോ. എന്ന് വെച്ചാൽ ഇതിലേക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് അരച്ചെടുത്ത കേട്ടോ. അപ്പോൾ മിക്സിയിൽ നന്നായിട്ട് ഒന്നെങ്കിൽ ഗ്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ നന്നായിട്ട് പൊടിച്ചതിന് ശേഷം മാത്രം അരച്ചെടുക്കുക. എന്നിട്ട് അതിനകത്തിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ വലിയ 2 സ്കൂപ്പ് തൈരാട്ടോ, കട്ട തൈര്, പുളിയില്ലാത്ത കട്ട തൈരും കൂടെ ആഡ് ചെയ്തു. ഇനി നമ്മൾ അതിനകത്തിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ശർക്കരയും അതുപോലെ ആഡ് ചെയ്ത തൈരും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ നന്നായിട്ട് മിക്സായി വരണം. അതിനുശേഷം നമുക്ക് ബാക്കി പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടി നിങ്ങൾക്ക് നന്നായിട്ട് ഇങ്ങനെ അരിച്ചിട്ട് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ അരിച്ചൊന്നുമില്ല, അങ്ങനെ ആഡ് ചെയ്തു. അപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആവും കേട്ടോ കേക്ക്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച് ആ മിക്സ് 3 ആയിട്ട് ആഡ് ചെയ്യുക. ആദ്യം ഒരു സെറ്റ് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ കുറച്ചായിട്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കില്ല കേട്ടോ, എയർ ബബിൾസ് ഒക്കെ വരെ നന്നായിട്ട് മിക്സും ആവത്തില്ല. അപ്പം നിങ്ങൾ ഡയറക്റ്റ് എന്തായാലും മിക്സ് ആക്കാതെ ഒന്ന് അരിച്ചിട്ട് മിക്സ് ആക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. എന്നിട്ട് ആവശ്യമെങ്കിൽ പാലും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിപ്പോൾ പാലിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, നമുക്കറിയാമല്ലോ കേക്ക് ബാറ്ററിൻ്റെ അളവ്. ആ ഒരു രീതിയിൽ കുറച്ച് പാൽ ആഡ് ചെയ്ത് 3 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പൊടിച്ചു വെച്ച ആ പൊടിയെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓവർ ബീറ്റ് ചെയ്യല്, ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുത്ത് ഈ ഒരു രീതിയിൽ ഞാൻ കേക്കിൻ്റെ ആ ബാറ്റർ തയ്യാറാക്കി. പിന്നെ ഞാൻ അതിലേക്ക് ഇച്ചിരി നമ്മൾ വേറെ മധുരം ഒന്നും ആഡ് ചെയ്തു, ഇത് ആവശ്യത്തിന് മധുരമുണ്ട്. പിന്നെ ഒരിക്കലൊന്ന് കടിക്കാൻ നല്ലതാണ് ഡേറ്റ്സ്, കുരുയില്ലാത്ത ഡേറ്റ്സ് ആണ് ആഡ് ചെയ്ത് ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കേക്ക് ട്രേ സെറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ബട്ടർ ആട്ടോ കേക്ക് ട്രേയിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിനകത്തിലേക്ക് നമ്മൾ കേക്ക് ട്രേയുടെ അടി ഭാഗത്തായിട്ട് നമുക്ക് ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ട് ഈ ബാറ്റർ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ കുക്കിംഗ് റേഞ്ചിൻ്റെ അടിയിലത്തെ ഓവനിലാണ്, അതൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓവനൊന്നും ഇല്ലെങ്കിൽ തവ വെക്കുക. തവ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മണ്ടയിലേക്ക് നമുക്ക് ഇപ്പം ഈ ചൂട് പാത്രമൊക്കെ വെക്കുന്ന സ്റ്റീലിൻ്റെ ഒരു സംഭവമില്ലേ, അത് വെച്ചിട്ട് അതിൻ്റെ മണ്ടക്കിലേക്ക് പാത്രം വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചാൽ മതി. അങ്ങനെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ പാത്രം ഒന്ന് ടാപ്പ് ചെയ്യണം. അതിന് ശേഷം
മുകളിലേക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷനിലാണ്, ചുമ്മാ ഡെക്കറേഷന് വേണ്ടി മാത്രം ഞാൻ ആഡ് ചെയ്ത്, അതൊന്നും ആഡ് ചെയ്ത് കൊടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കിംഗ് റേഞ്ചിൻ്റെ ഓവനിനകത്തേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 25 മിനിറ്റ് നിങ്ങൾ തുറന്ന് നോക്കല്ലോ, 25 മിനിറ്റ് ശേഷമേ തുറന്ന് നോക്കാമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ശരിയായിട്ട് വരത്തില്ല. ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂൾ തുറക്കുന്ന സമയത്ത് ടിഫിനൊക്കെ കൊടുത്ത് വിടണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നമുക്ക് വെളിയിൽ നിന്നൊന്നും മേടിക്കണ്ട, നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ. പിന്നെ മൈദ അങ്ങനെ ഓവർ മധുരം അങ്ങനെയൊന്നുമില്ല, ആവശ്യത്തിന് മധുരം ഉണ്ട് കേട്ടോ, ശർക്കരയുടെ മധുരം ഉണ്ട്. അപ്പം നമുക്കൊരു സമാധാനം ആവില്ല, നമ്മൾ ഉണ്ടാക്കി കൊടുത്താണല്ലോ എന്ന് ചോദിച്ചാൽ. അപ്പോൾ അതും നല്ലൊരു ഓപ്ഷനാണ്. ഒരിക്കലും ഇതൊരു ശർക്കര കൊണ്ടോ അല്ലെങ്കിൽ ഓട്സോ കൊണ്ടാണോ ഒന്നും നമുക്ക് തോന്നത്തില്ല കേട്ടോ, അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനൊരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിയപ്പം അതിങ്ങനെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി നേരം കൂടി ഇരിക്കണം. അപ്പം അതിൽ ക്ലീനായിട്ട് വരുവാണെങ്കിൽ കറക്റ്റായി. ഇപ്പോൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം എനിക്ക് 45 മിനിറ്റ് എടുത്തു കേട്ടോ. കേക്കെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പം എൻ്റെ പരന്ന പാത്രം ആയതുകൊണ്ടാണ് കേക്കിന് കട്ടിക്കുറവ്. ഇച്ചിരി കുഴിവുള്ള പാത്രമാണെങ്കിൽ സ്റ്റീൽ പാത്രം ഏതെങ്കിലും എടുത്താൽ മതി, അപ്പം കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പം ഞാൻ നല്ലതായിട്ട് തണുത്തതിന് ശേഷം, ആക്ച്വലി ഞാൻ പിറ്റേ ദിവസം രാവിലെ ആയിട്ട് ഇത് ഡീമോൾഡിന് തണുത്തതിന് ശേഷം മാത്രം, എന്ന് വെച്ചാൽ വെളിയിൽ വെച്ച് തന്നെ തണുപ്പിച്ചതിന് ശേഷം മാത്രം അതിൽ നിന്ന് ഇളക്കിയെടുത്ത് കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ. നല്ല മധുരമുണ്ട്. ഇപ്പം ഞാൻ ചെയ്ത ആ അളവ് ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റ് മധുരമൊക്കെ ഉണ്ട് കേട്ടോ, ഓവറും ഇല്ല എന്നാൽ കറക്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരെയ്ക്കും ബായ്.